സ്മൃതി, ഈ മറ്റുള്ള പാനലിസ്റ്റുകൾക്ക് ഇല്ലാത്ത ഒരു സവിശേഷത വല്ലതും എനിക്ക് വല്ലതും ഉണ്ടോ? നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട. നിങ്ങൾ രാഷ്ട്രീയമാണ്, നിങ്ങൾ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം എടുത്ത് വെച്ചാൽ പ്രസംഗിച്ചാൽ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നടത്തണ്ട. അത് കൈവച്ചാൽ അല്ല പ്രകോപിക്കുക. ശരി, ശ്രീ ഗോപൻ, ഇപ്പോൾ ഈ വിശ്വാസ സംഗമം നടത്തുമ്പോൾ സർക്കാർ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല വികസനമാണല്ലോ. ശബരിമലയുടെ വികസനമാണ് ഒരു പ്രധാന അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വലിയ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നു, എത്രത്തോളം തുക നീക്കിവെച്ചിരിക്കുന്നു, ഇനി നീക്കിവെക്കാനിരിക്കുന്നു തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. ശബരിമല വികസനം പറയുന്ന ഒരു സംവിധാനം, സർക്കാർ സംവിധാനത്തിന് ശബരിമലയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അവിടെ നടക്കുന്ന കൊള്ള അല്ലെങ്കിൽ അനാസ്ഥ, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കൂടി സർക്കാരിന് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് പറയുമ്പോൾ അത് മറ്റൊരു ബോഡിയാണ്. അവിടെ ദേവസ്വം ബോർഡ് നോക്കുന്നു. ദേവസ്വം ബോർഡിലേക്ക് സർക്കാരായി നിയോഗിച്ച അല്ലെങ്കിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും തങ്ങൾക്കതിൽ പങ്കില്ല എന്നുള്ള മാറി നിൽക്കൽ എത്രത്തോളം സാധ്യമാണ് എന്നൊരു ചോദ്യമുണ്ട്. ശ്രീ ഗോപൻ, ഞാൻ ആദ്യം തന്നെ അതിന് ഉത്തരം പറയാം, ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. കാരണം ശ്രീമതി സ്മൃതിയുടെ ചോദ്യം വളരെ കൃത്യമാണ്. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം, ഗവൺമെൻറ് ശബരിമലയിൽ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി കൂടിയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഈ ചാനലിൻ്റെ ഫ്ലോറിൽ തന്നെ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടക്കാതിരിക്കാൻ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. അത് എക്കോ വരുന്നുണ്ടല്ലോ ശ്രീമതി സ്മൃതി, ടെക്നിക്കലായിട്ട് എന്താ? ശരിയാക്കാം അങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ അവിടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണത്. ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതപ്പെടുത്തൽ കൂടി, അത് ഇതൊന്നും ഈ കഥകളൊക്കെ പുറത്തു വരുന്നതിന് മുമ്പാണ് ഗവൺമെൻറ് അത്തരം ഒരു സമീപനം സ്വീകരിച്ചതെന്നും കൂടി ഓർക്കണം. രണ്ടാമത്, അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുസമൂഹത്തെ ആകെ ബന്ധപ്പെടുത്തുക. വെറും പൊതുസമൂഹമല്ല, ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തരായിട്ട് വരുന്ന കേരളത്തിന് പുറത്തുമുള്ള പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ പ്രവാസി ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയിൽ വന്ന് ആരാധന നടത്തി പോകുമ്പോൾ അവർ വ്യക്തിപരമായും അല്ലാതെയും ഭരണവർഗത്തിൻ്റെ മുമ്പിൽ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങളെ കൂടെ സഹകരിപ്പിച്ചാൽ ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന രൂപത്തിൽ ഗവൺമെൻറ്റിന് മുമ്പിൽ അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം തുടർച്ചയായി ഭരിച്ച ഒരു ഗവൺമെൻറ് എന്ന തരത്തിൽ ശബരിമലയെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന സ്ഥലത്ത് അവിടെ എല്ലാവിധ, ഇപ്പോൾ വന നിയമത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഡെവലപ്മെൻറ്റ്സ് പോലെ അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷം, ചില മാധ്യമങ്ങൾ അന്ന് മുതൽ അസ്വസ്ഥരാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഉന്നയിക്കാൻ പരിശ്രമിച്ചത് എന്താ? ശ്രീകുമാർ സാർ ഉന്നയിക്കാൻ പരിശ്രമിച്ചത് എന്താ? അയ്യപ്പ സംഗമം വിശ്വാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ആക്ഷേപം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ, അപ്പോൾ ശബരിമലയിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നാട് മൊത്തം നടന്ന് രാഷ്ട്രീയം കളിച്ചും അവിടുത്തെ ഭക്തരെ ആക്രമിച്ചും അവിടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ധാരാളമായി പോലീസിനെ ആക്രമിച്ചും രാഷ്ട്രീയ പ്രചരണം നടത്തി വീട് വിടാന്തരം കയറി ഇറങ്ങി അയ്യപ്പനെതിരാണ് ഇടതുപക്ഷം എന്ന ആക്ഷേപമൊക്കെ ഉന്നയിച്ചപ്പോൾ അത് രാഷ്ട്രീയമൊന്നും അതിനകത്തില്ലായിരുന്നു. അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അയ്യപ്പനെതിരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കണോ സ്മൃതി? ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അയ്യപ്പനെതിരല്ല, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അയ്യപ്പനെതിരല്ലെന്നുള്ളതല്ല, വിശ്വാസികൾക്കെതിരാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം എടുത്തൊരു നിലപാട്, ആ നിലപാടിൽ നിന്നും പിന്നാക്കം പോവുകയാണ് എന്ന് ഭക്തരെ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളെ വീടുകൾ തോറും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയമൊക്കെ അവിടെ ഉണ്ടെന്നേ, അതിൽ തർക്കം പറഞ്ഞിട്ട് കാര്യമില്ല. ശബരിമലയുടെ ഉത്തരവാദിത്തം നിങ്ങൾ വികസനം പറയുമ്പോൾ വികസനത്തോടൊപ്പം തന്നെ മറ്റു ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഒരു പിഴവും പറ്റിയിട്ടില്ല, ഇത് പഴയ ബോർഡിന്റെ കുഴപ്പമാണല്ലോ എന്നാണല്ലോ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ 2025 തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും തുടരുന്ന ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കൂടിയാണ് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് കോടതി. അതിൽ കൂടി പ്രതികരിക്കണ്ടേ? ശ്രീമതി സ്മൃതിയുടെ ആദ്യ ചോദ്യത്തെ ഞാൻ അഡ്രസ്സ് ചെയ്തത് അതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഞാൻ ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നത് അതിനു മുമ്പ് ഇവർ 2-3 പേര് പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടേ വരികയുള്ളൂ. അതിൽ ഒന്ന്, കോടതി അറസ്റ്റ് ചെയ്യാൻ മടിച്ചുകൊണ്ടിരിക്കുകയാണ്, പിണറായി മിണ്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് മുന്നോട്ട് വെച്ചത്. രാവിലെ പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് ശബരിമല സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കണമെന്നാണോ കോൺഗ്രസ് ശ്രീകുമാർ സാർ ആഗ്രഹിക്കുന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
മുഖ്യമന്ത്രി കൃത്യമായിട്ടൊരു മറുപടി അതിനകത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ടീം വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താ? അതിൽ കോടതിയുടെ ബലമായ നിരീക്ഷണത്തിൽ പോകുന്ന കാര്യമാണ്. കോടതിയിൽ എന്ത് നിഗമനമാണോ എത്തുന്നത്, സർക്കാർ എല്ലാവിധ അക്കാര്യത്തിൽ കൂടെയാണ്. ഞങ്ങൾ കോടതിയുടെ ഒപ്പം നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ വിഷമം? അല്ലാതെ മറ്റെന്തെങ്കിലും ഞങ്ങൾ നിർവാഹമുണ്ടോ? രാവിലെ എഴുന്നേറ്റ് കോടതിയുടെ ഡോക്ടർ നിരീക്ഷണം ഗോപൻ, തെറ്റാന്ന് മറ്റെന്തെങ്കിലും പറയും. നിർവാഹമുണ്ടോ? അല്ല, നിർവാഹത്തെ അപ്പൊ മര്യാദ കാണിച്ചാൽ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, കോടതിയോട് മര്യാദ കാണിച്ചല്ലേ പറ്റൂ. കോടതിയുടെ കോടതിയോട് നിരീക്ഷണത്തെ മാത്രമല്ലല്ലോ. അനുകൂലിക്ക് കോടതിയോട് മാത്രമല്ലല്ലോ, അല്ല. ഭക്തരുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണല്ലോ. സ്മൃതി, ഈ മറ്റുള്ള പാനലിസ്റ്റുകൾക്ക് ഇല്ലാത്ത ഒരു സവിശേഷത വല്ലതും എനിക്ക് വല്ലതും ഉണ്ടോ? അല്ല, നിങ്ങളുടെ ചോദ്യം ഒന്നോ രണ്ടോ ചോദ്യമൊക്കെ വന്നാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മറുപടി പറയാൻ തടസ്സം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളിലേക്ക് വന്നാൽ അത് പ്രയാസം ഉണ്ടാക്കത്തില്ലേ? ഞാൻ അവർക്കൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഇപ്പം നിങ്ങൾ മൂന്നാല് പേര് ഒരു പാനലിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുകയല്ലേ, അവതാരക ഉൾപ്പെടെ. അപ്പം ഞാനിതൊന്ന് അവർക്കൊന്ന് മറുപടി പറഞ്ഞോട്ടെ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ കൃത്യമായി വന്നതാണ് ഇതിനകത്ത്. കോടതിയുടെ നിരീക്ഷണം എന്താണോ അതിൻ്റെ കൂടെ കോടതി എന്താണോ തീരുമാനം എടുക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓരോ ദിവസവും മുഖ്യമന്ത്രി എന്താ മറുപടി പറഞ്ഞാൽ എന്താ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഈ കാര്യത്തിൽ? കോടതിയുടെ നിരീക്ഷണത്തിന് അപ്പുറത്ത് കയറി മുഖ്യമന്ത്രി മറുപടി പറയാൻ ശ്രമിച്ചാൽ വരുന്ന പ്രശ്നം എന്താ? മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തെന്ന SITക്ക് അല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കത്തില്ലേ? ഇവിടെ ഇരിക്കുന്ന ആരാ അത് വ്യാഖ്യാനിക്കാതെ പോന്നേ? മുഖ്യമന്ത്രി ഒരു കമൻസ് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുന്നേ. അപ്പം നിർദ്ദേശം കൊടുത്തന്നേ വരൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മാറി നിൽക്കുന്നത്. ഇത് അറിയാൻ വയ്യാത്ത ആളല്ല കോൺഗ്രസ്സുകാർ. പക്ഷേ അവർ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് എന്താ? എവിടെ കൊണ്ട് പിടിച്ചിട്ടും CPM-ലേക്ക് എത്തുന്നില്ല. അതാണ് അവരുടെ നിരാശ. എത്തത്തുമില്ല. CPM-ലേക്ക് നിങ്ങൾ എത്ര തലകുത്തി എന്നാലും എത്തത്തില്ല. കാരണം ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും അതുപോലെ ഭരണ സംവിധാനങ്ങളെയൊക്കെ CPM ഭരണ സംവിധാനം, ഞാൻ പറയട്ടെ, ഭരണ സംവിധാനങ്ങളെ എൻവാസിയോ ആയാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായാലും എത്തട്ടെ എൻ്റെ സ്മൃതി. നമുക്ക് അന്നേരം CPM ഇങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്തിനാ ഈ ധൃതി പിടിക്കുന്നേ? കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കാര്യം അവർ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. നമ്മളാരും ഇവിടുന്ന് പോകുന്നില്ലല്ലോ. കേരളം കടലിൽ താണ് പോകുന്നില്ലല്ലോ. നമുക്ക് തീരുമാനിക്കാം ഏത് കേസാ കേരളത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്ത. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് വളരെ ശക്തമായി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് CPM-നെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കുകയേ വേണ്ട. മറ്റൊന്ന്, ശ്രീ ചേക്കുട്ടി മാഷ് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹം പറയുന്ന ഒരു ഡിജിറ്റ് മനസ്സിലായോ, ഒരു ഡേറ്റ് മനസ്സിലായോ? 5-8 കൊല്ലമായി. സാറിന് എവിടെ നിന്ന് കിട്ടി 5-8 കൊല്ലത്തെ കണക്ക്? 2019 അല്ല അവിടുത്തെ സംഭവം. അവിടെ വിജയരാജ മല്യ എന്നയാൾ സ്വർണം പൂശിയിട്ട് 1998 പൂശിയതാ. ആ സ്വർണത്തിന്റെ അളവാ കാണാനുള്ളത്. അതുകൊണ്ട് ഇത് 2019 നിൽക്കില്ല, 5-8 കൊല്ലത്തെ കണക്കിൽ നിൽക്കില്ല. അവിടെ ദേവസ്വം ബോർഡ് അതുവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അല്ല, പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഉദ്ധരിക്കുന്നെങ്കിൽ കോടതി പറഞ്ഞതാണ് കേട്ടോ. കോടതി പറഞ്ഞത് 2019 പുറത്ത് കൊണ്ടുപോയതിനെ കുറിച്ചാണ് കോടതി അന്വേഷിക്കുന്നത്. അത് മുതലുള്ള കൊണ്ടുപോകലാണ്. അതുവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് മുതലുള്ള പ്രശ്നമല്ലെന്ന്. 1998 പൂശിയ സ്വർണം അവിടെ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചേ മതിയാവും. അതിനകത്ത് കണ്ടുപിടിച്ചേ മതിയാവും. കണക്കില്ലേ ഉണ്ടല്ലോ. 2030 കിലോ അതാ പറഞ്ഞേ. ഇല്ല, അതിന്റെ കണക്കിലും അവ്യക്തത ഉണ്ടല്ലോ. ഉണ്ട്. അതിന്റെ കണക്കിൽ അവ്യക്തതയുണ്ട്. 8000 ഗ്രാം എന്നുള്ളൊരു കണക്ക് ഒരു മഹസർ പുറത്ത് വന്നിട്ടുണ്ട്. 8047 ഗ്രാമോ മറ്റോ അങ്ങനെ വരുമ്പോൾ 8 കിലോയെ വരുന്നുള്ളൂ. അങ്ങനെ ഒരു കണക്ക് 400-ലധികം പേജുള്ള ആദ്യം പൂശിയ സ്വർണത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. പുതിയ സംശയമാണ്. അപ്പൊ പൂശിയതേ കളവാണെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും ഇല്ലല്ലോ. 98 കളവാണെങ്കിൽ പിന്നെ 19 കോടതിയുടെ സംശയം കോടതി ഒന്നും പറയാൻ സമ്മതിക്കില്ല. പിന്നെന്ത് ചെയ്യും? പറയൂ. സ്മൃതി പറഞ്ഞോണ്ടിരിക്കും. അല്ല, പറയൂ. അല്ല, സ്മൃതി മറ്റവർക്ക് 3 പേർക്ക് അല്ല, ഞാൻ പറയുന്നില്ല. സ്മൃതി അങ്ങ് പറഞ്ഞു. അല്ല, പറയൂ. നിങ്ങൾ പറഞ്ഞു തീർന്നു. സ്വർണം പൂശിയത് 30 കിലോ ആണ് എന്ന് കൃത്യമായി കോടതി പറയുകയാണ്. അതിൽ നിന്ന് കുറഞ്ഞതിനെ കുറിച്ചാണ് കോടതി ഓരോ തവണയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറയുകയാണ് അത് 30 കിലോ ഇല്ല എന്ന്. എന്നാ അങ്ങ് വിശദീകരിക്കൂ. നിങ്ങൾ എന്തായി പറയുന്നേ? കോടതിക്ക് ഇല്ലാത്തത് ചില കാര്യങ്ങൾ എനിക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ 2 പേര് പറഞ്ഞവർക്ക് അവർ കോടതിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞേ. അവർ കോടതിയെ കൊണ്ട് ഉപയോഗിച്ചിട്ട് അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 2019 മുതലല്ല, 10-25 കൊല്ലത്തെ പ്രശ്നമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറി മേയാൻ തുടങ്ങിയ കാലം മുതൽ അന്വേഷിക്കേണ്ടി വരും. അതിലേക്ക് കോടതി എത്തും. അങ്ങനെ കോടതിക്ക് എത്തിയേ മതിയാവും. അതുകൊണ്ട് കോടതി പറയുന്നത് ഞാൻ പറയാവുന്നല്ല എൻ്റെ അർത്ഥം. മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ആ പ്രശ്നം ഇല്ലായിരുന്നല്ലോ.
അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുകൊണ്ടാണ് ഈ 5-8 കൊല്ലത്തെ കാര്യം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിയെന്ന്. എന്ത് ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ ഇവിടെ ഏത് വികസന പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്താലും ആളുകൾക്ക് 2000 രൂപ പെൻഷൻ കൊടുത്താൽ ഇലക്ഷൻ ലക്ഷ്യമിട്ട്, പിന്നെ റോഡ് നടത്തിയാൽ ഇലക്ഷൻ ലക്ഷ്യമിട്ട്. ശരിയാ? തർക്കം എന്താ കാര്യത്തിൽ? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അത് ചെയ്തു കഴിഞ്ഞാൽ ഇലക്ഷൻ ലക്ഷ്യമിട്ടതാണ്. അങ്ങനെ ഇലക്ഷൻ ലക്ഷ്യമിട്ടാണെങ്കിൽ ഇലക്ഷൻ ലക്ഷ്യമിട്ട അതിനെന്താ കുഴപ്പം? 6 മാസമല്ല പെൻഷൻ വർദ്ധിപ്പിച്ചത് 6 മാസം വരെ. സ്മൃതി എവിടുന്ന് കിട്ടിയ കണക്കായത്? അല്ലല്ല, അങ്ങനൊന്നും പറഞ്ഞു പോകണ്ട, അങ്ങനെ പറഞ്ഞു പോകണ്ട, അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകണ്ട. 6 മാസമൊന്നും അല്ല, കൈ വെച്ചിരുന്നാൽ മതി. അത് ഈ ഗവൺമെന്റ് നിങ്ങൾ അങ്ങനെ പറയണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട. നിങ്ങളുടെ രാഷ്ട്രീയം പറയാനേ നിങ്ങൾ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം എടുത്ത് വെച്ചാൽ പ്രസംഗിച്ചാൽ നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നടത്തണ്ട. അത് കൈവച്ചിരുന്നാൽ മതി. അല്ല, പ്രകോപിത നിങ്ങൾ പ്രകോപിക്കുക, നിങ്ങൾ പ്രകോപിക്കുക, നിങ്ങൾ പ്രകോപിക്കുക. ഇത് 6 മാസമല്ല. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ, അല്ല ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് കടുത്ത വാശിയാണെങ്കിൽ നിങ്ങളൊരു അക്ഷരം മിണ്ടത്തില്ല ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട്. ഞാനാ പറയുന്നത്. ഭീഷണിയാണോ? നിങ്ങൾ ശ്രമിച്ചു നോക്ക്. ഭീഷണിയാണോ? ഒരക്ഷരം ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല. അല്ല, നിങ്ങൾ സംസാരിക്കില്ല. അത് തന്നെ അങ്ങനെ നിങ്ങൾ പറയണ്ട. എന്നെ വിളിച്ചിരുത്തിട്ട് അങ്ങനെ പറയണ്ട. എന്നെ വിളിച്ചിരുത്തി നിങ്ങൾ അല്ലാതെ പറഞ്ഞോ. നിങ്ങളുടെ ചാനലിലെ നിങ്ങൾ പറഞ്ഞു ഞാനൊന്നും പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല, നിങ്ങൾ സംസാരിക്കില്ല, ഈ ഫ്ലോറിൽ നിങ്ങൾ സംസാരിക്കില്ല. അത്ര മിടിക്കും. ഈ ഫ്ലോറിലല്ലേ സംസാരിക്കുന്നത്? അതാ പറഞ്ഞേ. അങ്ങ് പ്രകോപിതനാകാതെ മറുപടി പറയൂ. മെക്ഡൊണാൾഡ് കമ്പനി 1.9 കോടി ചെലവഴിച്ച് 99-98 30 കിലോ സ്വർണം പൂശി എന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന എന്ത് തെളിവാണ് പക്കലുള്ളത്? രണ്ടാമത് നിങ്ങൾ ഇടയ്ക്കൂടെ പോയിടത്തേക്കേ വരുന്നുള്ളൂ. സ്വർണ്ണം രണ്ടാമത് 6 മാസം കൊണ്ടല്ല കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. 1600 രൂപ പെൻഷൻ ആവുന്നത് ഇപ്പോഴല്ല. ഈ ഗവൺമെന്റ് വരുമ്പോൾ 600 രൂപയുള്ള പെൻഷൻ അത് 1600 ആക്കി. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോണ്ടാണോ? ഇപ്പൊ 2000 ആക്കി. ഇനി തെരഞ്ഞെടുപ്പിന് 6 മാസം ഉണ്ട്. അത് കണ്ടോണ്ടാണോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്തിനാ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതിനകത്ത്? നിങ്ങൾ സ്വർണത്തിന്റെ കണക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതിനാ? സ്വർണത്തിന്റെ കണക്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം അത് നിങ്ങൾ വേറെ ഉന്നയിച്ചോ. ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് 8 വർഷത്തെ കഥയല്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് 998 മുതലുള്ള ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഭരണവും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കഥകൾ അതിന് മുമ്പേ ഉള്ളതാണ്. അതുകൂടെ പിടിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ഇതാണല്ലോ കോടതി പരിശോധിക്കുന്നത്. അവിടെ നിന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് മുതലുള്ളതാണല്ലോ. അങ്ങ് പറഞ്ഞ ശരിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കീഴ്ശാന്തിക്കാരനായി അവിടെ എത്തുകയും ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ശേഷം ഈ പറയുന്ന അവിടെ എത്തുന്ന വലിയ സമ്പന്നരായ ഭക്തരുമായിട്ടൊക്കെ വലിയ ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. പുറത്താക്കിയ ആൾ പിന്നെയും അവിടെ എത്തുകയാണ് സ്പോൺസറായി. അത് ഏത് കാലയളവിലാണ്? അത് അങ്ങീ പറയുന്ന 8 കൊല്ലത്തോളം ഒരു മാധ്യമപ്രവർത്തനം, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനാണല്ലോ അത് പറയുന്നത്. ചെക്കുട്ടി ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനാണല്ലോ ഡോക്ടർ പി കെ ഗോപൻ. അങ്ങ് ഈ പരിഹസിക്കുമ്പോൾ ഈ പറയുന്ന 2019 മുതലുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പാളി പുറത്തു പോയത് മുതലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതി അതാണല്ലോ പരിശോധിക്കുന്നത്. ആദ്യം അതിന് തീർപ്പുണ്ടാകട്ടെ. അതിൽ ആരിലേക്കൊക്കെ എത്തുന്നു അങ്ങ് അതിനോടൊന്ന് പ്രതികരിക്കൂ. എൻ വാസുവിന്റെ അറസ്റ്റ് നാളെയോ മറ്റന്നാളോ ഉണ്ടാകും. ശ്രീ ഗോപൻ, എൻ വാസുവിന്റെ അറസ്റ്റ് നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ അല്ലേ? അത് പ്രതികരിക്കും. എൻ വാസുവിന്റെ പങ്ക് കോടതി പറഞ്ഞിരിക്കുകയാണ്. അല്ല, കോടതിയുടെ ഈ ഉത്തരവിൽ അതിൽ ചില പരാമർശങ്ങളുണ്ടല്ലോ. എൻ വാസിന്റെ കാലത്ത് വന്ന ആ മെയിലുമായി ബന്ധപ്പെട്ട്, അതായത് സ്വന്തം ഈ ഇവിടുത്തെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി ഉരുക്കി കൊണ്ടുവന്നിട്ട് അതിൽ ബാക്കിയുണ്ട്, അത് വെച്ച് ഞാനൊരു വിവാഹം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ആവട്ടെ എന്ന രൂപത്തിൽ മറുപടി നൽകുന്ന, അല്ലെങ്കിൽ അത് പരിശോധന നടത്താതെ മിണ്ടാതിരിക്കുന്ന എൻ വാസുവിന്റെ പങ്കിനെ കുറിച്ച് മുരാരി ബാബു നൽകിയ മൊഴി, ഇതൊക്കെ കൂടിയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കറക്ക് കമ്പനിയാണ്, ഒരു സംഘമുണ്ട്, ആ സംഘത്തിൽ നിങ്ങൾ വിശ്വസിച്ചവരുമുണ്ട്. അതൊന്ന് സമ്മതിക്കൂ. സൗകര്യമില്ല സമ്മതിക്കാൻ. മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായില്ലോ? സൗകര്യമില്ല സമ്മതിക്കാൻ. നിങ്ങൾ വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ച എൻ വാസുവിന്റെ പങ്ക് അങ്ങ് സമ്മതിക്കുന്നില്ലെന്നാണോ? നിങ്ങൾ എന്താ ചോദിച്ചോണ്ടിരി? ഞാൻ ചർച്ച നിർത്തുക. നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. എന്താണ് ചർച്ച നടത്താൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് ഉത്തരം വേണ്ടല്ലോ. അല്ല, എന്താണ് കാരണം പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് ഉത്തരം വേണ്ട. ഒരു അക്ഷരം പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല.
എന്റെ സ്മൃതി, നിങ്ങൾ ഒരു അക്ഷരം ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. അങ്ങ് ഞാൻ പറഞ്ഞല്ലോ. മറുപടി പറയാൻ ഒരു അങ്ങ് വാചകം പെൻഷന്റെ തുടങ്ങുമ്പോൾ കാര്യം നിങ്ങൾ അടുത്ത അങ്ങയുടെ ഭാഗം ചോദ്യത്തിലേക്ക് വരിക. വിശദീകരിച്ചു. അതിനുശേഷമാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത്. പെൻഷൻ അങ്ങേക്ക് വിശദീകരിക്കണമായിരുന്നു. അങ്ങേക്ക് പെൻഷനിലേക്ക് പോകാനായിരുന്നു താല്പര്യം. ശരി, അങ്ങ് അത് പോയി, അങ്ങ് പറഞ്ഞു. അതിനുശേഷമാണല്ലോ അടുത്ത ചോദ്യം. അതിന് മറുപടി പറയൂ. എന്ത് ചെയ്യുമെന്ന് പറയും. ഇത് എന്തൊരു ശൈലിയായത്, ഇത് എവിടുന്ന് പഠിച്ച പത്രപ്രവർത്തനമാ? നിങ്ങളുടെ രാഷ്ട്രീയം ആയിക്കൊള്ളണ്ടേ, പക്ഷെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കേ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്ന എന്തിനാ? എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ സമയം എന്താ? പറയൂന്നല്ലേ ഞാൻ പറയുന്നത്. പ്രായ കൂടുതലുള്ളത് കൊണ്ട് ചേക്കുട്ടി മാഷിനെ അല്ലെ, എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടുന്ന് പഠിച്ചതായത്? ഈ ശൈലിയാണോ നിങ്ങൾ എല്ലായിടത്തും പ്രയോഗിക്കുന്നത്? ചേക്കുട്ടി മാഷിന്റെ മുതിർന്ന പത്രാധിപത്യത്വോ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തെ ഞാൻ എന്തെങ്കിലും ബഹുമാനക്കുറവ് കാണിച്ചോ? അദ്ദേഹം ഒരു ആശയം പറഞ്ഞാൽ ആശയം തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കാതിരിക്കണം. അദ്ദേഹം പൊളിറ്റിക്സാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് പൊളിറ്റിക്സ് ആണ്. അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ ഭഗവത്ഗീത ഉദ്ധരിച്ചു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം അത്. പിണറായി വിജയൻ ഭഗവത്ഗീത മാത്രമല്ല ഉദ്ധരിക്കുന്നത്, ഖുറാനും ഉദ്ധരിക്കും, ബൈബിളും ഉദ്ധരിക്കും, മറ്റു പല സൈദ്ധാന്തിക കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കും. ഒരു മുഖ്യമന്ത്രി എന്ന തരത്തിൽ അദ്ദേഹം ഭഗവത്ഗീത ഉദ്ധരിച്ച ഏത് കോണ്ടസ്റ്റിലാണ് ഉദ്ധരിച്ചത്? ഭക്തി എന്ന് പറയുന്നത് RSSും BJPയും മറ്റും കാണിച്ച അക്രമമല്ല. ഭക്തി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഭഗവത്ഗീത സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. ആരാണ് ഭക്തർ, ഇവിടെ നടന്നതല്ല എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്. ഭഗവത്ഗീത ഉദ്ധരിച്ചതിന് അദ്ദേഹത്തിന് വിഷമം വന്നു. അതിനെയാണ് ഞാൻ മറുപടി പറഞ്ഞേ. അല്ലാതെ ചേക്കുട്ടി മാഷിന്റെ പാരമ്പര്യത്തെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയോ ഒന്നും എനിക്ക് ഒരു ബഹുമാനക്കുറവില്ല. ഞാൻ അദ്ദേഹമായിട്ട് നിരവധി തവണ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാന്യനായ ചേക്കുട്ടി മാഷ് എന്നല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ സീനിയറായ ശ്രീകുമാർ സാറും പത്രപ്രവർത്തകനാ. എത്ര ചർച്ച ഞങ്ങൾ തമ്മിൽ ഇരുന്നിട്ടെന്ന് ചോദിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും ശ്രീമതി സ്മൃതിയോടും ഇല്ല. ഒരു നല്ല പത്രപ്രവർത്തകന് നിങ്ങളോട് എനിക്ക് ബഹുമാനമുള്ളത്. നമ്മൾ തമ്മിലുള്ള തർക്കം എവിടെയാണ്? ഞാൻ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള പ്രശ്നത്തിലുള്ള തർക്കം. അല്ല, നിങ്ങൾ നിങ്ങളുടെ ആശയം നന്നായിട്ട് അവതരിപ്പിക്കുന്ന ആളാ. ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ചാനലിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. അതൊക്കെ എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ പറയാനും കൂടെ സമ്മതിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത് നാളെ വാസുവിനെ അറസ്റ്റ് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? നാളെ കോടതിയുടെ നിരീക്ഷണമാണെന്നേ. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞു ഡോക്ടർ PK ഗോപൻ. അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചവർ പോലും ഇപ്പോൾ അറസ്റ്റിലേക്ക്, അവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അപ്പോൾ N വാസു എന്ന പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന ആളെ കൂടിയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിലെന്താണ് പ്രതികരണം എന്നാണ് അങ്ങോട്ട് ചോദിച്ചത്. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് മാറി നിൽക്കാൻ പറ്റുമോ പൂർണ്ണമായും? എന്റെ സ്മൃതി അതിനെല്ലാം കൂടി ചേർത്ത് മുഖ്യമന്ത്രി ഒരു ഉത്തരം പറഞ്ഞായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ CPM വിശ്വസിച്ചേൽപ്പിച്ച ആളുകൾക്ക് പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ പറ. എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വേണേ പറയാം. നിങ്ങൾ ഇന്ന നിലപാടെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ഏതാണ്ട് തുടരാൻ പോകുന്നു. ഞങ്ങൾ പറഞ്ഞില്ല തുടരാൻ. ഞങ്ങൾ തീരുമാനിച്ച് അറിയിച്ചിട്ടുമില്ല. ഞങ്ങൾ പ്രസ് റിലീസ് കൊടുത്തില്ല. പാർട്ടി കമ്മിറ്റി തീരുമാനം എന്നല്ലല്ലോ പറഞ്ഞത്. ആ തീരുമാനം എന്നായിരുന്നോ വാർത്തകൾ? നീട്ടാൻ സാധ്യത എന്നല്ലായിരുന്നു വാർത്തകൾ. ആ സൂചനയുണ്ടായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നു. ഇന്നലെ കോടതി ഉത്തരവിന് ശേഷമാണ് ആ തീരുമാനം മാറുന്നത്. നിരീക്ഷണത്തിലെത്തി നമ്മൾ തന്നെ ഡിക്ലെയർ അതല്ലേ പറഞ്ഞേ. നിങ്ങൾ തന്നെ സൂചന പറയുക, നിങ്ങൾ തന്നെ നിരീക്ഷണത്തിലെത്തുക, നിങ്ങൾ തന്നെ സൂചനകളൊക്കെ ശ്രീ ഗോപൻ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്തകളൊക്കെ പുറത്തേക്ക് വരാറ്. ഇതൊക്കെ ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വാർത്തകൾ ഉണ്ടാവുക. അത് മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴല്ല ഒരു വാർത്ത ഉണ്ടാകുക. ഒരു ഉത്തരവിന് മുന്നേ കിട്ടുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഉത്തരവിന് മുന്നേ കിട്ടുന്ന സൂചനയാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിലാണ് മാധ്യമപ്രവർത്തകർ മിടുക്ക്. അങ്ങനെയുള്ള വിവരങ്ങൾ നേരത്തെ കിട്ടും. അത് അങ്ങ് ഇല്ല എന്നിപ്പോൾ പറയുമ്പോൾ ഇന്നലത്തെ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആ തീരുമാനം മാറ്റുകയാണ്. നിങ്ങളുടെ മിടുക്ക് പൊളിഞ്ഞു പോയല്ലോ. ആരാ അവരെ പൊളിയുന്നു എന്നാണ് PS പ്രശാന്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതുവരെയും ദേവസ്വം മന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുള്ള. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? എന്ത് തരത്തിൽ വേണമെങ്കിലും അന്വേഷണം വന്നോട്ടെ, എനിക്കെതിരെ വേണമെങ്കിൽ അന്വേഷണം വന്നോട്ടെ എന്നാണല്ലോ. പക്ഷെ ഇപ്പോൾ കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ അല്ല, ആ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2025 പിഴവിനെ കുറിച്ചാണ്, 2024 പിഴവിനെ കുറിച്ച് കൂടിയാണ്.